ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാസർഗോട്ടേക്കുള്ള ഒരു ചെറിയ യാത്രയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാത്രിയിലായിരുന്നു ഞങ്ങൾക്ക് ട്രെയിന്, അത് കാരണം എന്താ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നൊരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. വന്ന സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ദൂരേന്ന് വരുന്ന വരവൊക്കെ കണ്ടോ? ഞങ്ങളെയും കൊണ്ട് കാസർഗോട്ടോട്ട് പോകാനുള്ള വരവാണ് കേട്ടോ ആ വരുന്നത്. അങ്ങനെ നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയൊക്കെ ചെറുതായിട്ട് നനഞ്ഞൊക്കെയാണ് ഞങ്ങളുടെ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറിയത്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആയിരുന്നു ടിക്കറ്റ്, എങ്കിലും ഞങ്ങളിതാ സ്ലീപ്പറിനകത്ത് തന്നെയാണ് കയറിയത്. പക്ഷേ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കൺഫേമായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റി. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേനും നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെയും നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഈ 3 ദിവസവും ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഓട്ടോയിലോട്ട് കയറി. അപ്പോൾ നമ്മൾ കാസർഗോഡ് ചെന്നിട്ടൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. രാജേഷ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടൊരു റൂമൊക്കെ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് കുറച്ച് നേരം ഞങ്ങൾ വിശ്രമിച്ചു. രാവിലത്തെ സമയത്താണ് നമ്മൾ റൂമിലെത്തിയത്, 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേന്. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും വിശ്രമിച്ചു, ടി വിയൊക്കെ വെച്ച് ന്യൂസൊക്കെ കണ്ടു, കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ കുറേ സമയം ഞങ്ങൾ ആ റൂമിൽ ചിലവഴിച്ചു. കാര്യം നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. രാത്രിയിൽ ട്രെയിനിൻ്റെ അകത്തും മഴയായത് കാരണം ഈ ആൾക്കാർ വന്നും പോയും ഒക്കെ നിന്ന് എത്രയായാലും നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് ഉറക്കം അത്ര അങ്ങോട്ട് തൃപ്തിയാവത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് കുളിച്ച് റെഡിയായതാ. താഴെ തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റാണ്, ഈ ഹോട്ടലിൻ്റെ റൂമിനോട് ചേർന്ന് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ടൗണിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ വന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എല്ലാവരും കൂടി. അപ്പോൾ ഇത് കാസർഗോഡ് ടൗണിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് രാജേഷ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. ആൾ അവിടെ തന്നെ ഒരു ചെറിയ കടയാണത്, ഈ അണ്ടിപ്പരിപ്പും അങ്ങനെ കുറച്ച് നട്ട്സൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കട റോഡിൻ്റെ സൈഡിൽ തന്നെ ഉള്ളതാണ്. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ സ്വർണ്ണക്കടയിൽ, അതും രാജേഷ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്. നാട്ടിലെത്തിയ സ്ഥിതിക്ക് ആളിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഒന്ന് കാണണമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നിടത്തെല്ലാം ഓരോ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലെത്തി. ഒരു കുടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മഴയൊക്കെ അല്ലേ. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും രാജേഷ് ചേട്ടൻ്റെ വേറൊരു കൂട്ടുകാരനാണ്, രതീഷ് എന്നാണ് കേട്ടോ ഈ ചേട്ടൻ്റെ പേര്. ഇവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കേട്ടോ ഇവർ തമ്മിൽ നല്ല കൂട്ടാണ്. അപ്പോൾ കുറച്ച് നേരം വന്നു, എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ തമാശകളൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ കുറേ നേരം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, കുറേ നാളത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ടുപേർ കൂടി പറയാനായിട്ട്. അങ്ങനെ കുറേ നേരം കൂട്ടുകാരന്മാർ അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. രതീഷേട്ടൻ ഉച്ചയ്ക്ക് ഞങ്ങളുടെ കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പിന്നെ നമ്മുടെ 2ാമത്തെ ദിവസമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാര്യം നമ്മൾ അതിനെക്കാട്ടിലും വലിയൊരു അത്യാവശ്യ കാര്യം സാധിക്കാനായിട്ട് വന്നതായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം ഞങ്ങൾ ത്തോട്ട് പോയതാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല, എല്ലാവരും എഴുന്നേറ്റപ്പോഴൊക്കെ താമസിച്ചു പോയി. അങ്ങനെ നേരെ ഞങ്ങളൊരു ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. കാര്യം ഈ ഹോട്ടലിലെ നെയ്ച്ചോറ് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഈ ഹോട്ടലിൽ തന്നെ വന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നെയ്ച്ചോറ് തന്നെയാണ് വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേന് അടുത്ത രാജേഷ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ലത്തീഫ് എന്നാണ് ഈ സുഹൃത്തിൻ്റെ പേര് കേട്ടോ, ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ പിന്നീടുള്ള യാത്ര ഈ പുള്ളിക്കാരൻ്റെ ഓട്ടോയിലായിരുന്നു. മഴ അപ്പോഴും നല്ല മഴയാണ്, ഇടയ്ക്കൊന്ന് തോർന്ന് നിന്നാലും പിന്നീട് എപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ആ ഓട്ടോയിൽ കയറി ഞങ്ങൾ വീണ്ടും മുന്നോട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ ഇതാണ് തൃക്കണ്ണാടെന്ന് പറയും. തൃക്കണ്ണാട് ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കടലുണ്ട്. അപ്പോൾ നേരത്തെ ഞങ്ങൾ കാസർഗോഡ് നിൽക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ഈ തൃക്കണ്ണാടെന്ന് പറയുന്ന അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് 10-15 മിനിറ്റ് മതി രാജേശ്വരൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോകുന്ന വഴിയാണ് ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ടിലോട്ട് ഞങ്ങൾ പോയി, പക്ഷേ മഴയായത് കാരണം ഉള്ളിലോട്ടൊന്നും കയറാനായിട്ട് നിന്നില്ല. കാര്യം കുറേ നടക്കാനും കാണാനും ഒക്കെ ഉണ്ട്.
അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം അതൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ പുറത്തുനിന്ന് മാത്രം ഇങ്ങനെ പുറത്തു നിന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അധികം അങ്ങനെ അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ പള്ളിക്കര ബീച്ചും ഉണ്ട്. പക്ഷേ അവിടെയും ആരെയും ഇറക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടും പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. പിന്നെ ഇത് രാജേഷ് ചേട്ടൻ്റെ മറ്റൊരു സുഹൃത്താണ്. ഇത് മൊബൈലിൻ്റെയൊക്കെ കടയാണ് കേട്ടോ. അവിടെ പോയി ആ സുഹൃത്തിനെയും കണ്ടു. അവിടുന്ന് വന്നിട്ട് ഇതാണ് രാജേഷ് ചേട്ടൻ്റെ ചിറ്റപ്പനാണ്, അച്ഛൻ്റെ അനിയനാണ്. അപ്പം ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ചിറ്റപ്പനെ കാണാനായിട്ട് വന്നു. ബാങ്കിൽ വന്നിട്ടാണ് ചിറ്റപ്പനെ കാണാനായിട്ട് നിന്നത്. കാര്യം പിറ്റേ ദിവസത്തെ വെളുപ്പിനുള്ള ട്രെയിന് നമുക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ വരാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടില്ലല്ലോ. അങ്ങനെ അവിടുന്ന് ചിറ്റപ്പനെ കണ്ടു, കുറച്ച് നേരം നിന്ന് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ചിറ്റപ്പൻ്റെ വീട്ടിലും പോയി കേട്ടോ. ചെറിയമ്മയെ കാണാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താ ചിറ്റപ്പൻ്റെ വീടാണിത്. അത് ആ പിങ്ക് കളർ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇളയമ്മയാണത്. പിന്നെ ഇളയമ്മയുടെ മോള്, അതായത് ചിറ്റപ്പൻ്റെ മോളാണത്. പിന്നെ ഞങ്ങൾ മോളുടെ മോളാണ് കേട്ടോ, എൻ്റെ മോളുടെ മടിയിലിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് അവരോട് സംസാരിച്ചു. മഴ അപ്പോഴും നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ചിറ്റപ്പൻ്റെ വീടിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ ഫോട്ടോകളും പടങ്ങളും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് മോൻ വരച്ച പടങ്ങളാണ് കേട്ടോ. ചിറ്റപ്പൻ്റെ മോൻ വരച്ച, അതായത് രാജേഷ് ചേട്ടൻ്റെ അനിയൻ വരച്ച പടങ്ങളാണ് ഇതൊക്കെ. ഇത് പിന്നെ ഇളയമ്മയുടെയും ഇളയപ്പൻ്റെയും കല്യാണ ഫോട്ടോ ഒക്കെയാണ്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ ഭിത്തി നിറച്ച് അവിടെ ഫോട്ടോകളാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഓട്ടോയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നു രാജേഷിൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങളിത് ആ ബസ്സിൽ കയറിയിട്ട് കാസർഗോഡോട്ട് പോയി. കാസർഗോഡ് ചെന്നിട്ട് നമ്മളിത് താമസിക്കുന്ന റൂമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തി കുറച്ച് നേരം വീണ്ടും നമുക്ക് വിശ്രമമാണ്. വിശ്രമമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് വീണ്ടും നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി. അപ്പോഴും നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേന് ട്രെയിനാണ്. റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ രാത്രിയിൽ ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കുടയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നോ, കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണിത്. അപ്പോൾ കുറേ നേരം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊക്കെ വെറുതെ ഇങ്ങനെ നടന്നു, ഒരു ടൈം പാസ് പോലെ. അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും കുറേ നടന്നു ഞങ്ങൾ. അങ്ങനെ കുറേ നടന്നതിന് ശേഷം ഞങ്ങളിത് ഒരു ഷോപ്പിൽ വന്നിട്ട്, ഇത് കാസർഗോഡ് ഗഡ്ബുഡ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇത് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഐസ്ക്രീമും നമ്മുടെ ഫ്രൂട്ട് സലാഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഫ്രൂട്ട് സലാഡ് അല്ല ഇത് സംഭവം. അപ്പോൾ 2-3 തരത്തിലുള്ള ഐസ്ക്രീമും കുറേ ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതാണ് വാങ്ങിച്ചത്. മോള് മാത്രം ഷാർജ ജ്യൂസാണ് കുടിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മഴ അങ്ങോട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് വരെ നല്ല തിരക്കായിരുന്നു. മഴ ആയത് കാരണം കുറേ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. എന്നാലും റോഡിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ആ കൂട്ടുകാരുടെ അടുക്കൽ നിന്ന് സംസാരിച്ചു. അങ്ങനെ ആ കൂട്ടുകാരൻ അതിലൊരു ചെറിയ പാക്കറ്റ് ഒക്കെ നോക്കി കൊടുത്തു കേട്ടോ. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ കിടന്നുറങ്ങി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. അങ്ങനെ 5:20 നമുക്ക് ട്രെയിൻ പറഞ്ഞിരുന്നത്. പക്ഷേ ട്രെയിൻ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. സമയക്കുറവുണ്ടായിരുന്നു. പിന്നെ മഴ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇനി പോകുന്ന സമയത്ത് എല്ലാ വിശേഷങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതാണ് കാസർഗോഡ് യാത്രയാണ്. എല്ലാം ഉൾക്കൊള്ളാത്തൊരു വീഡിയോ ആണെന്ന് അറിയാം. തെറ്റുകൾ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.